ചുവപ്പ് രാശി നോവൽ തുടർച്ച അധ്യായം 4. അങ്ങനെ വന്ന അയാളുടെ കുടല് ഞാൻ എടുക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം നല്ല മനുഷ്യനാണ്. മോൻ ചെല്ല്. കുഞ്ഞച്ചൻ ചേട്ടാ, പോയിട്ട് വാടാ ചന്തു. ശരി, ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പോകാം. ചന്തു ബീഡിക്കുറ്റി ഓടയിലേക്ക് തുപ്പിയിട്ട് എണീറ്റു. ശരി, പോകാം. ആഗതനും ചന്തുവും മുന്നോട്ട് നടന്നു. എടാ കുമാറേ, അയാൾ തിരിഞ്ഞു നിന്നു. എന്താണ? ആ ചാത്തുണ്ണിയ മക്കളെ വന്നാ ഞാൻ ഉടനെ അങ്ങ് എത്തുമെന്ന് പറഞ്ഞേക്കണം. പറയാം. ചന്തു ജീപ്പിൽ കയറി. പിന്നാലെ ആഗതനും. അത് പാഞ്ഞുപോയി. അവറാച്ചൻ മുതലാളിക്ക് ചന്തുവിനെ ഇഷ്ടപ്പെട്ടു കാണും. ഇന്നാള് ചന്തു ചാത്തുണ്ണിയും മക്കളെയും ഓടിച്ച് അന്ന് അവറാച്ചൻ കാറിൽ നിന്നിറങ്ങി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു തൊഴിലാളി കുമാറിനോട് പറഞ്ഞു, ചന്തുവണ്ണൻ രക്ഷപ്പെട്ടത് തന്നെ. പുള്ളിക്കാരൻ അവിടെ അടങ്ങി നിൽക്കുമോ? അതാ എൻ്റെയും സംശയം. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന അവസരത്തിലാണ് ഒരു കാറും 2 ജീപ്പുകളും അവിടെ വന്ന് ബ്രേക്ക് ചെയ്തത്. ഞെടിയിടയിൽ അവയിൽ നിന്നും ചാത്തുണ്ണിയുടെ മക്കളും ഗുണ്ടകളും ചാടിയിറങ്ങി. എല്ലാവരുടെയും കൈവശം ആയുധങ്ങളുണ്ട്. പാലമുട്ടിലെ ജനങ്ങളാകെ ഞെട്ടിവിറച്ചു. ഇത്രയും ഒരു സന്നാഹം അവരാദ്യമായിട്ട് കാണുകയാണ്. എവിടെടാ ആ ഡാഷുമോൻ? ചാത്തുണ്ണി അലറി വിളിച്ചു. ഇറങ്ങി വേടാ വരത്താ, മര്യാദയ്ക്ക്. ആഹാ, നീ ചാത്തുണ്ണിയോട് കളിക്കാൻ വളർന്നോടാ. അട്ടഹാസത്തിന് മറുപടിയില്ല. പലരും പേടിച്ചു നിൽക്കുകയാണ്. എവിടെ പോയി ഒളിച്ചടാ? അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ ഇറങ്ങി വാടാ ഇങ്ങോട്ട്. അച്ഛന് മുലപ്പാലുണ്ടോ എന്ന് ചോദിക്കുവാൻ കുമാറിന് നാവു ധരിച്ചതാണ്. പക്ഷെ മിണ്ടിയില്ല. ഒറ്റ നായ്ക്കളുടെയും വായിൽ നാവില്ലടാ. റോബിൻ്റെ വകയാണ്. ആണത്തമുള്ളവൻ ചന്തുവിനെ ഇറക്കി വിടറാ. അതിനും മറുപടി ഉണ്ടായില്ല. എല്ലായിടത്തും നോക്കണടാ. റനി ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകി. വേട്ടപ്പട്ടികളെ പോലെ അവർ പാഞ്ഞു നടന്നു. കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ അടിച്ചു തെറിപ്പിച്ചു. എന്തിയാടാ ചന്തു? എനിക്കറിയില്ല. അത് പറഞ്ഞയാൾ മുഖത്തടിയേറ്റ് വീണു. നിന്റെയൊക്കെ ദൈവമല്ലേ അവൻ? ഇന്ന് ഞങ്ങൾ അവനെ വെട്ടി കണ്ടിച്ച് വേവിച്ച് നിന്നെ കൊണ്ടൊക്കെ തീറ്റിക്കും, ഗുണ്ടകൾ വിളിച്ചു പറഞ്ഞു. ഇതിനിടം റോബിനും റെന്നിയും കുമാറിനെ വിളിച്ചു. നീയല്ലടാ ചാണകവെള്ളം കലക്കിക്കൊണ്ടുവന്നത്? കുമാർ മറുപടി പറയുന്നതിന് മുമ്പ് അടി വീണു. പക്ഷേ അത് ശരീരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് അയാൾ ഒഴിഞ്ഞു മാറിയതും തിരിഞ്ഞോടിയതും ഒപ്പം കഴിഞ്ഞു. പിടിക്കടാവനെ! ഗുണ്ടകൾ കുമാറിന് പിന്നാലെ ഓടി. എന്നാൽ ഓട്ടത്തിൽ അവൻ്റെ ഒപ്പമെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. എടാ കുഞ്ഞച്ചേ, പെൺമക്കളെ അണിയിച്ചു നിർത്തിക്കോ. ആ ചന്തുവിൻ്റെ ശവശരീരത്തിൽ മാലയിടാൻ. റെന്നി കാറിത്തുപ്പി. ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളെ അപമാനിച്ച അവനെ ഈ ഭൂമിയിൽ ജീവനോടെ ഞങ്ങൾ വെച്ചേക്കത്തില്ല. ഓരോരുത്തരും അവർ വന്ന വാഹനങ്ങളിൽ കയറി. പൊടി പറത്തിക്കൊണ്ട് അവ പാഞ്ഞുപോയി. കൊടുങ്കാറ്റടങ്ങിയ പ്രതീതി. ഏതായാലും അവറാച്ചൻ മുതലാളിയുടെ ബംഗ്ലാവിലേക്ക് ചന്തു പോയത് ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നിവിടെ ചോരപ്പുഴ ഒഴുകിയേനെ. ദീർഘനിശ്വാസത്തോടെ കുഞ്ഞച്ചൻ ബെഞ്ചിലിരുന്നു. ചുറ്റും മതിൽ കെട്ടിയ വിശാലമായ ഒരു പുരയിടത്തിൻ്റെ നടുക്കാണ് അവറാച്ചൻ മുതലാളിയുടെ 2 നിലകളുള്ള കൂറ്റൻ ബംഗ്ലാവ്. ഗാർഡനും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ട് മുറ്റത്ത്. ജീപ്പും ഗേറ്റിനടുത്തെത്തിയപ്പോൾ കൂർക്ക സല്യൂട്ട് നൽകിയിട്ട് ഗേറ്റ് തുറന്നു കൊടുത്തു. ഇരുവശത്തും പൂച്ചട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നു. ഡ്രൈവ് വേയിലൂടെ ജീപ്പ് പോർക്കോവിൽ ചെന്ന് നിന്നു. ഇറങ്ങി വരൂ, കൂട്ടിക്കൊണ്ടുവന്നയാൾ ചന്തുവിനോട് പറഞ്ഞു. ചന്തു ഇറങ്ങി. അവിടെ നിന്നൊരു ബീഡി എത്തിച്ചു. മുതലാളി സ്വിമ്മിംഗ് പൂളിനരികിലുണ്ട്. യൂണിഫോം അണിഞ്ഞ ഒരു പരിചാരകൻ വന്നറിയിച്ചു. വരൂ. അയാൾ ചന്തുവിനെയും കൂട്ടി ഗാർഡന് നടുവിലൂടെ തെക്കോട്ട് നടന്നു. അവിടുത്തെ ആഡംബരങ്ങളൊന്നും ചന്തുവിനെ ആകർഷിച്ചതേയില്ല. തൻ്റെ ബംഗ്ലാവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊന്നുമല്ലെന്ന് അയാൾക്കറിയാം. പക്ഷേ ഇളം നീല ജലമുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ കരയിൽ ഒരു ചാരുകസേരയിൽ മലർന്നു കിടക്കുകയാണ് അബ്കാരി കോൺട്രാക്ടർ അവറാച്ചൻ. ചന്തുവിനെ കണ്ടതും മന്ദസ്മിതത്തോടെ അയാൾ തലയിളക്കി. ഇരിക്കൂ. യാതൊരു മടിയും കൂടാതെ അയാൾ ഒരു കസേര വലിച്ചിട്ടിരുന്നു. മുതലാളി
ചന്തുവിൻ്റെ ഒപ്പം വന്ന ആളിനെ നോക്കി. തനിക്ക് പോകാം. ചന്തുവിന് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയൂ. അയാൾ പോയി. അവറാച്ചൻ നിവർന്നിരുന്നു. അടുത്ത് തന്നെ ഒരു ടീപ്പോയിൽ വെച്ചിരുന്ന ചുരുട്ടും ലൈറ്ററും എടുത്തു ഒരു ചുരുട്ട് ചന്തുവിന് നോണ്ടി. വേണ്ട, എനിക്കിതാണ് ഇഷ്ടം. ചന്തു ബീഡി ആഞ്ഞു വരിച്ചു. മുഖവൂര കൂടാതെ തന്നെ ഞാൻ കാര്യം പറയാം. അവറാച്ചൻ തുറന്നു. ചന്തുവിന് എനിക്ക് വളരെയേറെ ഇഷ്ടമായി. അതുകൊണ്ടാണ് ഇവിടേക്ക് വിളിപ്പിച്ചത്. അവറാച്ചൻ അതിന് മറുപടി അർഹിക്കുന്നില്ല എന്ന ഭാവത്തിൽ ചന്തു ഇരുന്നു. ചന്തുവിന് എൻ്റെ ഒപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലായില്ല. ഞാനൊരു ജോലി തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ചന്തു ചിന്തയിലായി. നിങ്ങൾ MA വരെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിന് തക്ക ജോലിയാവും ഞാൻ തരിക. ചന്തു അത്ഭുതത്തോടെ അവറാച്ചനെ നോക്കി. അത്രയും മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചന്തുവിൻ്റെ കഴിഞ്ഞ കാലങ്ങളും മാതാപിതാക്കളും. നിർത്ത്. അസഹ്യതയോടെ ചന്തു എണീറ്റ് അങ്ങിങ്ങിലാത്തി. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു പോയെങ്കിൽ ചന്തു ക്ഷമിക്കണം. പരിചാരകൻ ഒരു ട്രേയിൽ മദ്യക്കുപ്പയും ഐസ് ക്യൂബുകളും 2 ഗ്ലാസുകളും കൊണ്ടുവന്നു വെച്ചു. എല്ലാം മദ്യ കോൺട്രാക്ടർമാരെ പോലെ ചന്തു എന്നെ കാണരുത്. അവരിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നനാണ് ഞാൻ. അവറാച്ചൻ്റെ ക്ഷണം സ്വീകരിക്കണമോ വേണ്ടയോ എന്നായിരുന്നു ചന്തുവിൻ്റെ ചിന്ത. അവറാച്ചൻ 2 ഗ്ലാസുകളിലേക്ക് മദ്യം പറന്നിട്ട് ഐസ് ക്യൂബുകൾ അവയിൽ നിക്ഷേപിച്ചു. ഇത് കഴിക്കൂ. ഇരുവരും ഗ്ലാസുകൾ എടുത്തു. ചിയേഴ്സ്. ഒരിറക്കം മദ്യം അകത്താക്കിയിട്ട് ചന്തു ഗ്ലാസ് കയ്യിൽ വെച്ച് തിരിച്ചു. ചന്തുവിന് എന്നെ പൂർണ്ണമായും വിശ്വാസമുണ്ടെങ്കിൽ മാത്രം സഹകരിച്ചാൽ മതി. ഒരിക്കലും കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നവനല്ല അവറാച്ചായൻ. എനിക്കാകെയുള്ളതൊരു മകളാണ്. പക്ഷെ പറഞ്ഞിട്ടെന്ത് പ്രയോജനം? അവൾക്ക് സ്ഥിരബുദ്ധി ഇല്ലാതെ പോയി. പിന്നെ ഞാൻ എന്തിനാണ് ഇതൊക്കെ നേടുന്നത് എന്നായിരിക്കും ചന്തു ഓർക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ടവനെ സഹായിക്കാൻ. ഒന്നുമില്ലാതെ വളർന്നവനാണ് ഞാൻ. പട്ടിണി മാത്രം കൈമുതൽ. ഹോട്ടലുകൾക്ക് മുമ്പിൽ എച്ചിൽ വീപ്പുകളിൽ ഞാൻ ഭക്ഷണം തേടിയിട്ടുണ്ട്. അവറാച്ചൻ്റെ സ്വരം വിറച്ചു. അയാൾ ഭൂതകാലത്തിലേക്ക് പോയിരിക്കുന്നു. ചികിത്സിക്കാൻ പണമില്ലാതെ കിടന്ന് എൻ്റെ അമ്മ മരിച്ചു. അച്ഛൻ ആരെന്ന് കൂടി എനിക്കറിയില്ല. വേശ്യയുടെ പുത്രൻ എന്ന് ലോകം എന്നെ പരിഹസിച്ചു. അന്ന് തുടങ്ങിയ വാശിയായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞാൻ നേടിയതാണ്. അഴുക്കുചാലിലൂടെയുള്ള ഒരുപാട് യാത്ര ചെയ്തെങ്കിലും എനിക്കിന്ന് സംതൃപ്തിയുണ്ട്. വേശ്യയുടെ മകൻ എന്നെ വിളിച്ചിരുന്ന നാവുകൾ കൊണ്ട് തന്നെ അവറാച്ചൻ മുതലാളി എന്ന് വിളിക്കുന്നു. ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം കൂടി അവറാച്ചനകത്താക്കി. എന്നോട് ശത്രുത പുലർത്തുന്നവരെ ഞാൻ വെറുതെ വിടാറില്ല. എന്ന് വെച്ച് ഒരു മനുഷ്യത്വമില്ലാത്തവനല്ല ഞാൻ. അനാഥാലയങ്ങൾക്കും മറ്റും ഞാൻ ഒരുപാട് പണം സംഭാവന കൊടുക്കുന്നുണ്ട്. എന്നാൽ എല്ലാ മാന്യന്മാരെയും പോലെ ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കുമൊന്നും സംഭാവന കൊടുക്കില്ല. ദൈവപ്രീതി പണം നൽകിയിട്ട് എനിക്ക് വേണ്ട. മനസ്സിലാണ് ഞാൻ ദൈവത്തെ പൂജിക്കുന്നത്. എൻ്റെ ദൈവത്തിന് പണം വേണ്ട. അവറാച്ചൻ ഒരു വിചിത്ര മനുഷ്യനാണെന്ന് ചന്തുവിന് തോന്നി. തൽക്കാലം തനിക്ക് ശക്തനായ ഒരു മനുഷ്യൻ്റെ പിന്തുണ ആവശ്യമാണെന്ന് അത് അവറാച്ചൻ ധാരാളം. ചന്തു ഒന്നും പറഞ്ഞില്ല. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. റിയലി? യെസ്. താങ്ക് യു. അവറാച്ചൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഈ നിമിഷം മുതൽ ഞാൻ ചന്തുവിനെ എൻ്റെ മാനേജറായി നിയമിച്ചിരിക്കുന്നു. എല്ലാ ബിസിനസ്സുകളുടെയും മേൽനോട്ടം ചന്തുവിന്. മാസം 30,000 രൂപ ശമ്പളം. യഥാർത്ഥത്തിൽ ചന്തു അപ്പോഴും മിഴിച്ചിരുന്നു പോയി. ഓരോ പെഗ് കൂടി കഴിക്കാം. ഇരുവരും ഗ്ലാസുകൾ എടുത്തു. പെട്ടെന്നാണ് ഒരാൾ ഓടി വന്നത്. മുതലാളി. എന്താ സേവിയറെ? ആ മനുഷ്യൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ട് അവറാച്ചൻ്റെ നെറ്റി വിളിച്ചു. അധ്യായം 11. സേവിയർ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് പറയടാ. അവറാച്ചൻ്റെ സ്വരത്തിൽ ഉദ്യോഗം. സേവിയർ ചന്തുവിനെ നോക്കി. ഞാൻ പറഞ്ഞോ, ഇത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. തമിഴ്നാട്ടിൽ നിന്നും സ്പിരിറ്റ് കൊണ്ടുവന്നിരുന്ന നമ്മുടെ 2 ടാങ്കറുകൾ തടയാൻ ചാത്തുണിയും SP വിജയദാസും തീരുമാനിച്ചിരിക്കുന്നു. മൈ ഗോഡ്. അവറാച്ചൻ്റെ കണ്ണ് ചുവന്നു. ലോറികൾ അവിടെ നിന്നും പുറപ്പെട്ടുവോ? ഉവ്. എവിടെ വെച്ചാണ് അവർ തടയാൻ സാധ്യത? അതറിയില്ല. ഇത്രയും വിവരങ്ങൾ SP ഓഫീസിൽ നമ്മുടെ ആൾ ചോർത്തിയതാണ്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ചന്തു എല്ലാം ശ്രദ്ധിക്കുകയാണ്. SP വിജയദാസ് എന്ന തൻ്റെ ഡാഡിയെ പരാജയപ്പെടുത്താൻ ഒരവസരമാണിത്. ചന്തു വരൂ. അവറാച്ചൻ മുതലാളി ബംഗ്ലാവിലേക്ക് പാഞ്ഞു.
രാജകീയ പ്രൗഢിയുള്ള വിസിറ്റിംഗ് റൂം. അവറാച്ചൻ ഫോണിനടുത്ത് റിസീവർ എടുത്തിട്ട് 4 നമ്പറുകൾക്ക് നിർത്തി. എസ് പി ഓഫീസല്ലേ? യെസ്. എസ് പി വിജയദാസിനൊന്ന് വേണം. യെസ്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ അവറാച്ചനാണ്. നിങ്ങളെൻ്റെ ലോറികൾ കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ച വിവരം ഞാൻ അറിഞ്ഞു. എസ് പി അമ്പരന്നുപോയി. മിനിറ്റുകൾക്ക് മുമ്പാണ് ചാത്തുണ്ണി ഈ വിവരം തന്നോട് സംസാരിച്ചത്. അതിനിടയിൽ ഇയാൾ അതറിഞ്ഞിരിക്കുന്നു. വെറുതെ താങ്കൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യും മിസ്റ്റർ അവറാച്ചൻ. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നോ, ഒരു വാണിംഗ് മാത്രമാണ്. അവറാച്ച? അതെ, അവറാച്ചൻ തന്നെ. ഒറ്റ ക്ലാസ്സിൽ പോലും പഠിക്കാത്ത ഞാൻ അറിയാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക് ഉച്ചരിച്ചു പോയതാണോ? അയാൾ റിസീവർ വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതെൻ്റെ ഇമേജിനെ ബാധിക്കുന്ന പ്രശ്നമാണല്ലോ ചന്തു. അവറാച്ചൻ ആലോചനയിലായി. എത്ര ലോറികളുണ്ട്? 3. ചന്തു വിസിറ്റിംഗ് റൂമിൽ അങ്ങിങ്ങ് നടന്നു. നേരം സന്ധ്യയാകാറായി. വണ്ടികളെപ്പോൾ നമ്മുടെ ജില്ലയിലെത്തും? 10 മണിയെങ്കിലും കഴിയും. താങ്കളൊരു 4-5 പേരെ പോലീസ് വേഷത്തിൽ പുറത്തേക്ക് അയക്കാൻ കഴിയുമോ? തീർച്ചയായും. പട്ടണത്തിൽ എനിക്കൊരു നാടക കമ്പനിയുണ്ട്. വെരി ഗുഡ്. ഒരു ജീപ്പിൽ പോലീസ് എന്നെഴുതി ഒട്ടിക്കാൻ അവരോട് പറയുക. എന്നിട്ട് ഞാൻ പാലമുട്ടിലെത്തുമ്പോഴേക്കും അവിടെ വരിക. തുടർന്ന് ചന്തു ചെയ്യേണ്ടത് എന്താണെന്ന് അയാളെ പറഞ്ഞു മനസ്സിലാക്കി. ഇതുകൊണ്ടുള്ള നേട്ടം ഒക്കെ മനസ്സിലാകും. ചന്തു ചിരിച്ചു. ചന്തു പാലമുട്ടിലെത്തി. അയാളെ അങ്ങോട്ട് കൊണ്ടുപോയതുപോലെ തന്നെ തിരികെ ജീപ്പിൽ കൊണ്ടുവിടുകയായിരുന്നു. അവിടെ എത്തിയപ്പോഴേ അറിഞ്ഞു ചാത്തുണ്ണിയും സംഘവും വന്ന വിവരം. ചന്തു ഒന്ന് അമർത്തി മൂളി. പോയ കാര്യം എന്തായി മോനെ? കുഞ്ഞച്ചന് അതറിയാനാണ് ധൃതി. അവറാച്ചൻ മുതലാളിയുടെ മാനേജരായി എന്നെ നിയമിച്ചു. ആഹാ. കുഞ്ഞച്ചൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അപ്പോൾ നല്ല ശമ്പളം കാണുമല്ലോ. 30,000 രൂപ. അമ്പോ, അത് കേട്ടു നിന്നവരുടെ കണ്ണു തള്ളിപ്പോയി. 30,000 രൂപ. ചന്തുണ്ണ, അമ്മാരെന്നെ കൊന്നനെ. ഞാൻ ഓടിക്കളഞ്ഞു, കുമാർ അറിയിച്ചു. ചന്തു അവനെ വിളിച്ച് അല്പം മാറ്റി നിർത്തി. എന്തൊക്കെയോ രഹസ്യമായി സംസാരിച്ചു. കുമാർ അതൊക്കെ തലകുലുക്കി സമ്മതിച്ചു. ദേ, കുഞ്ഞുകളിയല്ല കേട്ടോ, ചന്തു ഓർമ്മിപ്പിച്ചു. ചന്തു അണ്ണൻ ഒന്നും വിഷമിക്കണ്ട, അതൊക്കെ ഞാനായിട്ടെന്നെ. കുമാർ ഉറപ്പ് നൽകി. ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്ന് അവിടെ നിന്നു. അതിൽ നിന്നും ഇൻസ്പെക്ടറും പോലീസുകാരും ചാടി ഇറങ്ങി. ആരാടാ ചന്തു? എസ് ഐ അലറി. ഞാനാണ് സാറേ. അയാൾ മെല്ലെ മുന്നോട്ട് നിന്നു. കേരള ജീപ്പിൽ. എന്തിനാണ് സാറേ? നിന്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോകാൻ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറേ. അത് തീരുമാനിക്കുന്നത് നീയാണോടാ കള്ളറാസ്കൽ. മര്യാദയ്ക്ക് കയറടാ, അല്ലെങ്കിൽ ഇടിച്ച് നിന്റെ സിലിണ്ടർ ഞാൻ ഇളക്കും. ഇല്ല, ചെയ്ത തെറ്റെന്താണെന്നറിയാതെ ഞാൻ വരില്ല. എസ് പി വിജയദാസ് പറഞ്ഞിട്ടാണോ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? കാര്യമൊക്കെ അദ്ദേഹം തന്നെ നേരിട്ട് പറയും. ഞാൻ വരില്ല. ആഹാ, എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടടാ. എസ് ഐയും പോലീസുകാരും അയാളെ എടുത്ത് ജീപ്പിലിട്ടു. അത് പാഞ്ഞുപോയി. അതിൽ നിന്നും ചന്തുവിൻ്റെ നിലവിളി ഉയർന്നു. കുമാറേ, ഇനി എന്തു ചെയ്യൂടാ? കുഞ്ഞച്ചൻ തിരക്കി. ഞാനും അതാ ചിന്തിക്കുന്നത്. എന്തൊരു അതിക്രമമാണ് അവർ കാണിച്ചത്. നേരം നല്ല പോലെ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതിനു പിന്നിൽ ചാത്തുണ്ണി മുതലാളിയുടെ കൈയുണ്ടെന്നാ. അത് ശരിയാ. ഇനി പോലീസുകാർ ചന്തുവിനെ കൊല്ലും. എന്തു വേണം? അവർ ചിന്തിച്ചു തുടങ്ങി. നമുക്ക് അവറാച്ച മുതലാളിയെ വിവരം അറിയിച്ചാലോ? അതിനൊന്നും ഇനി നേരമില്ല. നമ്മളെല്ലാവരും കൂടി എസ് പി ഓഫീസിലേക്ക് പോവുക. ചന്തു അണ്ണനെ വിടുന്നത് വരെ ആരും പുറത്തേക്ക് പോലും വിടാതിരിക്കുക. ഒരു ലോറി വരുന്നത് കൊണ്ട് കുമാർ റോഡിന് നടുവിൽ കയറി നിന്നു. നിർത്ത്. ലോറി നിന്നു. അവറാച്ചൻ മുതലാളിയുടെ ലോറിയാ. ആരോ പറഞ്ഞു. നമുക്ക് ഈ ലോറിയിൽ പട്ടണത്തിലെത്താം, കുമാർ അഭിപ്രായപ്പെട്ടു. ഭൂരിപക്ഷം പേർക്കും അത് സമ്മതമായിരുന്നു. ഈ സമയത്ത് ആ പ്രദേശത്തുള്ള മിക്കവാറും പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അത് പതിവാണ്. വൈകിട്ട് എല്ലാവരും അവിടെ വരും. കള്ളു കുടിക്കാനായാലും വീട്ടു സാധനങ്ങൾ വാങ്ങാനായാലും. എങ്കിൽ കയറ്. ഞൊടിയിടയിൽ 100ഓളം തൊഴിലാളികൾ ലോറിയിൽ ചാടിക്കയറി. കുമാറിന് നിർദ്ദേശം കിട്ടിയ ഉടനെ ഡ്രൈവർ ലോറി മുന്നോട്ടെടുത്തു. അദ്ദേഹം ഒരു സംഘം പോലീസിനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് എസ് പി വിജയദാസ്. അവറാച്ചൻ്റെ സ്പിരിറ്റ് പിടിക്കാൻ.
എല്ലാവരും വാനിൽ കയറിക്കൊള്ളൂ, വിജയദാസ് നിർദ്ദേശിച്ചു. 20ഓളം പോലീസുകാർ വാനിൽ കയറി. വിജയദാസും SI വിക്രമും ജീപ്പിൽ കയറി. മുന്നിൽ ജീപ്പും വാനും ഗേറ്റിലേക്ക് നീങ്ങി. പെട്ടെന്ന് പാഞ്ഞു വന്ന ഒരു ലോറി ഗേറ്റിൽ കുറുകെ നിന്നു. പോലീസ് വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തു. റാസ്കൽ. SP പല്ലുകടിച്ചു. ഞെടിയിടയിൽ ലോറിയിൽ നിന്നും ചാടിയിറങ്ങിയ തൊഴിലാളികൾ ജീപ്പിന് മുന്നിൽ നിന്നു. പോകാൻ വരട്ടെ സാറേ, ഞങ്ങളുടെ ചന്തുവിനെ വിട്ടു തന്നിട്ട് പോയാൽ മതി, മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് കുമാർ പറഞ്ഞു. ചന്തുവോ? SPക്കും SIക്കും അത്ഭുതം തോന്നി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ചന്തു അണ്ണനെ വിട്ടു തന്നില്ലെങ്കിൽ ഒറ്റയാളും ഈ മതിലിന് പുറത്തേക്ക് കിടക്കില്ല, തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു. ചന്തുവിന് എന്തു പറ്റിയെന്നാണ് നിങ്ങൾ പറയുന്നത്? വിക്രം തിരക്കി. പോലീസുകാരെ അണ്ണനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇല്ല, ആരോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പച്ചക്കള്ളം. ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് കൊണ്ടുപോയത്. SP ഓഫീസിൽ ചെന്നിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള കാരണവും പറയാമെന്ന് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും വ്യക്തമായില്ല. SP അസ്വസ്ഥതയോടെ വാച്ചിലേക്ക് നോക്കി. ടാങ്കർ ലോറികൾ ഇപ്പോൾ ഈ ജില്ലയിൽ എത്തിക്കാണും. നിങ്ങൾ മാറി നിൽക്കൻ. പോലീസുകാർ ചന്തുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ അത്യാവശ്യമായി ഒരിടത്ത് പോവുകയാണ്. തിരികെ വന്നിട്ട് സംസാരിക്കാം. ഇതാണ് ഞങ്ങളുടെ അത്യാവശ്യം. ചന്തുവിനെ നിങ്ങൾ കൊന്നോ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണണം. എന്താണ് അദ്ദേഹം ചെയ്ത് തെറ്റെന്ന് പറയണം. വാനിൽ നിന്നും പോലീസുകാർ നിരങ്ങി നിന്നും SP വിഷമത്തിലായി. അദ്ദേഹം വിക്രമിനെ നോക്കി. എന്തു ചെയ്യും? അതാണ് സാറേ ഞാനും ചിന്തിക്കുന്നത്. തൊഴിലാളികൾ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി. സമയം കടന്നു പോകുന്നത് തങ്ങൾക്കും പ്രശ്നമാണ്. ലോറികൾ രക്ഷപ്പെട്ടത്. ഉടനെ മറ്റൊരു കാർ കൂടി അവിടെ വന്നു നിന്നു. അതിൽ നിന്നും തൊഴിലാളി യൂണിയൻ നേതാവും ഇറങ്ങി. ചന്തു ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ട ആളാണ്, അയാളെ ഉടനെ വിടണം. യാതൊരു മുഖപൂരയും കൂടാതെ നേതാവ് പറഞ്ഞു. മിസ്റ്റർ, ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. വിക്രത്തിന് ദേഷ്യം വന്നു. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി സാറേ, ഞങ്ങളുടെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് ചന്തുവിന് എന്തു പറ്റിയെന്ന് പറയും. അടിച്ച് തൻ്റെ പല്ലു ഞാൻ പറിക്കും. ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നതാണ് താൻ. വിക്രം കയ്യിലോങ്ങി. പിന്നെ താൻ എൻ്റെ മൂക്കിൽ രോമം പിഴുതു കളയും. ഒന്ന് പോടാ, ഞങ്ങളെ വരട്ടണ്ട. ഞങ്ങളൊന്ന് മനസ്സ് വെച്ച ഒരു പോലീസ് ജീപ്പും ഇതിലുള്ളിരിക്കുന്ന നിങ്ങളും ഇവിടെ നിന്ന് പോകില്ല. രണ്ടിനെയും ഇവിടെ ഞങ്ങൾ കുഴിച്ചുമിടും. രാഷ്ട്രീയക്കാരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണമെന്ന് വിജയദാസിനറിയാം. ഏത് തുക്കടാ പാർട്ടിയായാലും ശരി, ആവശ്യമില്ലാത്ത കുലുമാലുകളൊക്കെ ഒപ്പിച്ചുവെന്ന് വരും. ശരി, ചന്തുവിന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾ അന്വേഷിക്കാം. ഇപ്പോൾ തന്നെ. അതുപോരെ? മതി. നേതാവ് സമ്മതിച്ചു. കുമാറും പാർട്ടിയും തിരികെ ലോറിയിൽ കയറി അതകന്നുപോയി. ഇന്നിനി നമ്മൾ പോയിട്ട് കാര്യമില്ല. SPക്ക് നിരാശ. അദ്ദേഹം തിരികെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് വന്നപ്പോൾ ഫോൺ ശബ്ദിച്ചു. റിസീവർ എടുത്തു. ഹലോ, SP ഹിയർ. ഫോണിൽ നിന്നും ആദ്യം കേട്ടത് കാതു തുളഞ്ഞിറങ്ങുന്ന തെറിവിളിയാണ്. അധ്യായം 12. താൻ എന്തിനാണോ SPയുടെ യൂണിഫോം അണിഞ്ഞു നടക്കുന്നത്? തനിക്ക് കൃത്യനിർവഹണത്തിന് കഴിവില്ലെങ്കിൽ അത് അഴിച്ചു കളഞ്ഞിട്ട് കത്തിയും കത്രികയും വാങ്ങി വെക്കടോ ചെരക്കാൻ. പഞ്ചായത്ത് പ്രസിഡന്റ് ചാത്തുണ്ണിയുടെ ശബ്ദം SP വിജയദാസ് കേട്ടു. അദ്ദേഹത്തിന് കോപം അടക്കാനായില്ല. ഷട്ടപ്പ് റെഡി. അടിച്ചു തന്നെ കാരണം പുകച്ചു കളയും താൻ എന്താണോ എന്നെക്കുറിച്ച് വിചാരിച്ചത്? തൻ്റെ മടിയിൽ എടുത്തു വയ്ക്കാവുന്ന അടക്കയാണെന്നോ? താൻ എൻ്റെ തന്തയ്ക്ക് വരെ പറഞ്ഞു അല്ലേ? അത്രയ്ക്ക് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം പഞ്ചായത്ത് പ്രസിഡന്റിനുണ്ടല്ലോ. ഭാഗ്യം. ചാത്തുണ്ണിയോട് തന്നെ ആണ് സംസാരിക്കുന്നതെന്ന് താനും മറന്നുപോയിട്ടില്ലല്ലോ. പോടാ പുല്ലേ, താൻ ആരാ, ദൈവമോ? വിജയദാസ്. യെസ്, ഞാൻ തന്നെയാണ്. നമ്മൾ തമ്മിൽ ഒരു ശീതസമരം വേണമോ? താനല്ലേ എന്നോട് തെമ്മാടിത്തരം പറഞ്ഞത്? അതങ്ങ് മറക്കടോ. ഞാൻ ആദ്യത്തെ കോപത്തിന് എന്തൊക്കെയോ പറഞ്ഞുപോയി. ചാത്തുണ്ണി തണുത്തു. കോപമൊക്കെ ഭാര്യയുടെ അടുത്ത് മതി. വിട്ടുകളയടോ. തനിക്കിപ്പോൾ കലിപ്പുണ്ടാവാൻ ഇവിടെ എന്തു നടന്നു? അവറാച്ചൻ്റെ ടാങ്കർ ലോറികൾ ഇപ്പോൾ സുരക്ഷിതമായ താവളത്തിലെത്തിക്കാണും. എനിക്കും അറിയാം. അവ ഇന്ന് കസ്റ്റഡിയിലെടുക്കുമെന്ന് താൻ എനിക്ക് വാക്കു തന്നിരുന്നതാണ്. ഓക്കെ, ശരി തന്നെ. പക്ഷെ അതിനിടയ്ക്ക് ഇവിടെ പലതും സംഭവിച്ചു. സംഗതിയുടെ ഏകദേശം രൂപം വിജയദാസ് ചാത്തുണ്ണിയെ പറഞ്ഞു കേൾപ്പിച്ചു. ചാത്തുണ്ണിയും മൗനം. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ?
എന്താ? ചാത്തുണ്ണിയുടെ സ്വരത്തിൽ വിരസത. ചന്തുവിനെ നിങ്ങൾ എന്തു ചെയ്തു? ഞാനോ? അല്ലാതെ പിന്നെ ഞങ്ങളോ? ദേ, താൻ പിന്നെയും ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ചന്തുവിന് പിന്നെ എന്ത് സംഭവിച്ചു? അത് ഞാനെങ്ങനെ അറിയും? SP ചിന്തയിലായി. തക്ക കാരണങ്ങളുള്ള എന്തോ കളി നടന്നിട്ടുള്ളതെന്ന് വ്യക്തം. പക്ഷേ അതെന്തിനു വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വിജയദാസ് റിസീവർ വെച്ചു. ചില സെക്കൻഡുകൾ കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ഹലോ, ഇത് ഞാനാ സാറേ, അബ്കാരി അവറാച്ചൻ. യു ബ്ലഡി. വേണ്ട സാറേ. ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചാൽ അതുപോലെ മറുപടി പറയുവാൻ അവറാച്ചൻ അറിയത്തില്ല. പലരുടെയും വായിൽ നിന്നും വീണ് കിട്ടിയ വാക്കുകളെ എനിക്കറിയൂ. പിന്നെ തനിക്കെന്ത് വേണം? എൻ്റെ സ്പിരിറ്റ് പിടിക്കാതിരുന്നതിന് നന്ദി പറയാൻ വിളിച്ചതാ. അത് താൻ വിജയദാസ് ഊക്കോടെ റിസീവർ കാർഡിലേക്ക് ഇട്ടു. എന്തുപറ്റി? റിസീവർ കയ്യിൽ പിടിച്ചുകൊണ്ട് അബ്കാരി അവറാച്ചൻ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ ചന്തു തിരുക്കി. SP ദേഷ്യത്തിലാ. ഇപ്പോൾ എന്നെ കിട്ടിയ മുഖമടച്ചൊന്ന് തരാനുള്ള കോപം ഉണ്ടായിരുന്നു, അവറാച്ചൻ പറഞ്ഞു. എന്തായാലും ഞാൻ ചാത്തുണ്ണിയെ കൂടി ഒന്ന് വിളിക്കട്ടെ. ഉടനെ അയാൾ ചാത്തുണ്ണിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെ. നിങ്ങളാരാ? നിന്റെ അന്തകൻ അവറാച്ചൻ. എടാ ഡാഷു മോനെ, തീക്കട്ടയിലാണോടാ ഉറുമ്പരിക്കാൻ തുടങ്ങുന്നത്? നീ എൻ്റെ സ്പിരിറ്റ് പിടിപ്പിക്കും അല്ലേടാ അവറാച്ച? അതേടാ. എന്നിട്ട് എന്തായി? അങ്ങനെ സംഭവിച്ചാൽ നിന്നെ ഞാൻ സ്പിരിറ്റിലിട്ട് കത്തിക്കും. മനസ്സിലായടാ? നീ അവറാച്ചനെയാണോ കളി പഠിപ്പിക്കാൻ വന്നത്? ഇത്തവണ നീ രക്ഷപ്പെട്ടു. എന്നാൽ അടുത്ത തവണ നിന്നെ ഞാൻ കുരുക്കുമടാ. ഓഹോ, പിന്നെ നീ അങ്ങ് പുളുത്തും. ആണുങ്ങളെ വാക്കിലല്ലടാ, പ്രവൃത്തിയിലാണ് കാണിക്കേണ്ടത്. കാണാമടാ, കാണാം. ഇരുവരും റിസീവർ വെച്ചതും ഒരേ സമയത്താണ്. ചന്തുവിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരാളില്ലായിരുന്നുവെങ്കിൽ ഇന്നുകൊണ്ട് എൻ്റെ മുഖം നഷ്ടമായേനെ. അവറാച്ചൻ്റെ വാക്കുകളിൽ തികഞ്ഞ ആത്മാർത്ഥത. ചന്തു ചിരിച്ചു. പിന്നെ ഒരു ബീഡി കത്തിച്ചു. ഈ കാര്യത്തിലൊന്നും താങ്കൾ എനിക്ക് വേണ്ടി കടപ്പാടുകൾ കാത്തു സൂക്ഷിക്കേണ്ടതില്ല. താങ്കളുടെ സ്ഥാപനത്തിലെ മാനേജർ എന്ന നിലയ്ക്ക് താങ്കളെ ഏത് ആപത്തുകളിൽ നിന്നും രക്ഷിക്കേണ്ട ചുമതല എനിക്കുള്ളതാണ്. ഇനി ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അവറാച്ചൻ്റെ ഹൃദയം നിറയ്ക്കുവാൻ പര്യാപ്തമായിരുന്നു ഈ വാക്കുകൾ. എനിക്ക് പാലമൂട്ടിലേക്ക് പോകണം. ചന്തു എണീറ്റു. കുമാറിന് മാത്രമേ യാഥാർത്ഥ്യം അറിയൂ. ബാക്കിയുള്ളവർ എന്നെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുകയാവും. ഇനി രാവിലെ പോയാൽ പോരെ? പറ്റില്ല. എങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട്? ഇനി ഒരിക്കലാവാം. എൻ്റെ ഭാര്യയും മകളെയും പോലും കണ്ടില്ലല്ലോ. നാളെയും ഞാൻ ഇവിടേക്കാണല്ലോ വരുന്നത്. ജീപ്പ് കൊണ്ടുപോയിക്കോളൂ. അവറാച്ചൻ കീ നീട്ടി. ചന്തു അത് വാങ്ങി ജീപ്പിൽ പാലമൂട്ടിലേക്ക്. ചന്തുവിൻ്റെ ബുദ്ധിയിൽ അതീവ സന്തുഷ്ടനായി കഴിഞ്ഞിരുന്നു അവറാച്ചൻ. ഒപ്പം മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയുടെ ഉറവ് പൊട്ടി. ചന്തു പാലമുട്ടിലെത്തുമ്പോൾ 11 മണിയോട് അടുക്കാറായിരുന്നു. എങ്കിലും പല തൊഴിലാളികളും അവിടെ നിന്ന് പോയിരുന്നില്ല. അടുത്ത ദിവസം ഒരു സമരം നടത്തിയാലോ എന്ന ചിന്തയിലായിരുന്നു അവർ. കുമാറിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ചന്തു ജീപ്പ് നിർത്തിയിറങ്ങിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചന്തുവണ്ണൻ എവിടെയായിരുന്നു അണ്ണാ? പോലീസുകാർ എവിടെ വരെ കൊണ്ടുപോയി? എന്തായിരുന്നു കാര്യം? ഒരുപാട് ചോദ്യങ്ങൾ. അവർ ആരായിരുന്നുവെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, അവർ പോലീസുകാരല്ലായിരുന്നു. പിന്നെ മറ്റാരോ ആയിരുന്നു. എന്നെ കൊല്ലുക എന്നായിരിക്കണം അവരുടെ ലക്ഷ്യം. എന്നിട്ട് ഒരു വിധത്തിൽ ഞാൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. വരുന്ന വഴി അവറാച്ചൻ മുതലാളിയുടെ കാർ കണ്ടു. അതിൽ കയറി ബംഗ്ലാവിൽ ചെന്നു. ഈ ജീപ്പുമായി പോന്നു. ഭാഗ്യം, അല്ലാതെന്താ? ആരോ പറയുന്നത് കേട്ടു. ചന്തുവും കുമാറും മുഖാമുഖം നോക്കി. ആ, നാളെ കാണാം, എനിക്കൊന്ന് ഉറങ്ങണം, അയാൾ പറഞ്ഞു. ശരി. ഓരോരുത്തരായി പിരിഞ്ഞുപോയി. അവസാനം കുമാർ മാത്രം അവശേഷിച്ചു. നീ പോകുന്നില്ലേ? ഇല്ല, ഇന്നിനി വേണേലും ചാത്തുണ്ണിയുടെ ആൾക്കാർ എത്തിയേക്കാം. അണ്ണൻ ഒറ്റയ്ക്ക്? അത് സാരമില്ലടാ. എങ്കിലും അവൻ പോയില്ല. ഇരുവരും ജീപ്പിനുള്ളിൽ കിടന്നുറങ്ങി. അടുത്ത പ്രഭാതം
ചന്തു രാവിലെ കുളിച്ചു. കുഞ്ഞച്ചൻ്റെ കടയിൽ നിന്നും പുട്ടും കടലയും കഴിച്ചു. ഇന്ന് തന്നെ ജോലിക്ക് കയറുകയല്ലേ മോനെ? കുഞ്ഞച്ചൻ തിരക്കി. ആണ് കുഞ്ഞച്ചൻ ചേട്ടാ. പുറത്ത് ഒരു കാറ് വന്നു നിന്നു. മാന്യമായ വസ്ത്രധാരണം നടത്തിയ ഒരാൾ പെട്ടിയുമായി പുറത്തിറങ്ങി. അത് ചന്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എന്താണിത്? മുതലാളി തന്നയച്ചതാ. കൈ കഴുകിയിട്ട് ചന്തു അത് തുറന്നു. പാൻസും ഷർട്ടും ടൈയും, പിന്നെ ഷൂസ്, വാച്ച്, കൂളിംഗ് ഗ്ലാസ്, ഒരു കട്ടി ചെയിൻ, മോതിരം, പേന വരെ. ഞാൻ പോയിക്കോട്ടെ സാർ. ചന്തു ഒന്ന് അമ്പരന്നെങ്കിലും താനിപ്പോൾ അവരുടെ മാനേജറാണല്ലോ എന്ന ഓർമ്മ അയാളിലുണ്ടായി. പക്ഷേ അയാൾക്കിഷ്ടപ്പെട്ടത് പാലമുട്ടിലെ തൊഴിലാളികളുടെ ചന്തുവണ്ണൻ എന്നുള്ള വിളി തന്നെയായിരുന്നു. മോനിതൊക്കെ ഒന്ന് ധരിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. കുഞ്ഞച്ചൻ കടയോട് ചേർന്നുള്ള ചെറിയ മുറിക്ക് നേരെ കൈ ചൂണ്ടി. ചന്തു അതിനുള്ളിൽ കയറി. ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. കുഞ്ഞച്ചൻ്റെ കണ്ണു തള്ളിപ്പോയി. പെൺമക്കൾ ഇമയനക്കാതെ നോക്കി നിന്നു. ചന്തു തന്നെയാണോ ഇത് എന്ന്. പാൻറ്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും ടൈയുമൊക്കെയായി ഒരു പൈലറ്റിനെ പോലെ. തൊപ്പിയുടെ കുറവേ ഉള്ളൂ. എൻ്റെ കണ്ണും നാക്കും ഫലിക്കരുത്, കുഞ്ഞച്ചൻ ചന്തുവിനെ തൊട്ട് പറഞ്ഞു. അയാൾ ചിരിച്ചുപോയി. എന്താ ചേട്ടാ ഇത്? ഇതങ്ങനെയാ. ചന്തു മെല്ലെ ജീപ്പിന് നേരെ നടന്നു. തൊഴിലാളികൾ വട്ടം കൂടി. അവരൊക്കെ അയാളെ സന്തോഷത്തോടെ നോക്കി നിന്നു. ഞാൻ ആരോടും യാത്ര ചോദിക്കുന്നില്ല, ചന്തു പറഞ്ഞു. കാരണം ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ കാണും എന്നും. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കരുത്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരും. ചന്തു ജീപ്പിൽ കയറിയിരുന്നു. കുമാറേ, അവൻ അടുത്ത് വന്നു. നീ വരുന്നു എൻ്റെ കൂടെ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്നെ ഞാൻ കൊണ്ടുപോകാം, കുറച്ച് ദിവസം കഴിയട്ടെ. അത് മതി എണ്ണ. ചന്തു ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. അയാൾ കൈയുയർത്തി വീശി. കുഞ്ഞച്ചൻ ചുവർത്തുകൊണ്ട് കണ്ണു തുടച്ചു. ചന്തു പോയതിൽ സന്തോഷിക്കുന്ന ചിലർ അവിടെ മറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഭൈരവനും കൂട്ടരും. ദിവസങ്ങൾ കടന്നുപോയി. ചന്തുവിന് തിരക്കായിരുന്നു. അവറാച്ചൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും അയാൾ പോയി. തൊഴിലാളികളെ പരിചയപ്പെട്ടു. ഒരാഴ്ചത്തേക്ക് പാലമൂട്ടിലേക്ക് വരാനേ കഴിഞ്ഞില്ല. ഭൈരവനും മറ്റും വീണ്ടും ഗുണ്ടാക്കളിയുടെ ഭാവമായി. ഒരു സായാഹ്നത്തിൽ പട്ടണത്തിൽ നിന്നും ചിലർ ഭൈരവനെ തേടിയെത്തി. ഞങ്ങൾ പണം തന്നിട്ട് മാസം 1 കഴിഞ്ഞു. ഇനി കാത്തിരിക്കാൻ വയ്യ. അതിനെന്താ, ഇന്ന് രാത്രി തന്നെ ഞാൻ ശരിയാക്കാം. അത് മതി. ഞങ്ങൾ ചാത്തുണ്ണിയുടെ ബംഗ്ലാവിലേക്ക് പോവുകയാണ്. ഭൈരവൻ തലകുലുക്കി. അന്ന് രാത്രി. അധ്യായം 13. രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് ഒരു ജീപ്പ് പാലമൂട്ടിൽ വന്ന് ബ്രേക്ക് ചെയ്തു. അതിൽ നിന്നും പട്ടണത്തിൽ നിന്നെത്തിയവരും റെന്നിയും ഇറങ്ങി. ഭൈരവനും കൂട്ടുകാരും കാത്തു നിൽക്കുകയായിരുന്നു. പാലമുട്ടിൽ അവരെ കൂടാതെ ഒരൊറ്റ മനുഷ്യജീവിയും അപ്പോൾ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അവളെന്തിയടാ? റെന്നി ഭൈരവനോട് തിരക്കി. വീട്ടിലുണ്ട്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നേരത്തെ കൊണ്ടുവന്ന് നിർത്താഞ്ഞത് അവളെ നിലവിളിച്ച് ആളെ കൂട്ടിയാലോ എന്ന് വിചാരിച്ച. കൊണ്ടുവന്ന ഉടനെ ജീപ്പിൽ കയറ്റി ഇവിടെ നിന്ന് ആറ്റണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. വാടാ. ഭൈരവൻ കൂട്ടാളിയും കൂട്ടി ഇരുളിൽ മറഞ്ഞു. റെനിയും കൂട്ടുകാരും ഓരോ സിഗരറ്റ് ചുണ്ടിൽ വെച്ചു. ചന്തു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കുഴപ്പം കൂടാതെ നടന്നേക്കും, പട്ടണത്തിൽ നിന്ന് എത്തിയവരിൽ ഒരാൾ പറഞ്ഞു. ചന്തു, അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. റെന്നി പല്ലുകടിച്ചു. ഭൈരവനും കൂട്ടരും ശബ്ദമുണ്ടാക്കാതെ സീതയുടെ വീട്ടിൻ്റെ മുന്നിലെത്തി. ഒരില പോലും വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. ഭൈരവൻ തിണ്ണയിലേക്ക് കയറി. സീതേ, സീതേ, മെല്ലെ വാതിലിൽ തട്ടി വിളിച്ചു. അനക്കമില്ല. വീണ്ടും ആവർത്തിപ്പിച്ചപ്പോൾ അകത്ത് സീത ഉണർന്നു. ആരാ? വീതിയിൽ വിറപൂണ്ട ശബ്ദം. ഞാനാടേ, നിന്റെ ചന്തു കണ്ടൻ. അത് കേട്ടപ്പോൾ അവൾ ചാടി എഴുന്നിട്ടു. ചന്തു അവളോട് ജോലി കിട്ടിയ കാര്യം പറഞ്ഞിരുന്നത് പോലുമില്ല. എന്നാൽ ചന്തയിൽ പോയപ്പോഴാണ് അവൾ അറിഞ്ഞത്. എന്നാൽ ചന്തു അണ്ണൻ തന്നോട് യാത്ര പോലും ചോദിച്ചില്ലല്ലോ എന്നുള്ള പ്രയാസമുണ്ടായി സീതയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ പേര് കേട്ടപ്പോൾ അവൾ ചാടി എണീറ്റു. വിളക്ക് പോലും തെളിക്കാതെയാണ് വാതിൽ തുറന്നത്. ആ ക്ഷണം അവളെ ഒരു ബലിഷ്ഠമായ കൈ ചുറ്റിപ്പിടിച്ചു.
ഒപ്പം അടുത്ത കൈ മുഖത്തായിരുന്നു. സീതയ്ക്കൊന്ന് ചലിക്കുവാൻ കൂടി കഴിഞ്ഞില്ല. കയറി വാടാ, ഭൈരവൻ്റെ ശബ്ദം അവൾ തിരിച്ചറിഞ്ഞു. സീതയുടെ ഹൃദയത്തിൽ വെള്ളടി വെട്ടി. ചതി. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും അവർ അവളെ എടുത്തുയർത്തിയിരുന്നു. ഇരുളിലൂടെ അവർ അവളെയും കൊണ്ടുപോയി. ഡാഷ് മോളെ, അവിടെ മറ്റവനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന് വാതിൽ തുറന്നു. എന്താടേ, വർത്തന്മാരേ ഉള്ളൂ ആണുങ്ങൾ, ഭൈരവൻ മുരണ്ടു. അവളെ അവർ പാലമുട്ടിലെത്തിച്ചു. കിട്ടിയോടാ? കിട്ടി. വെരി ഗുഡ്. അവളെ തറയിൽ നിർത്തണം. മിണ്ടാതെ പറയുന്നത് അനുസരിച്ചേക്കണം, ഇല്ലെങ്കിൽ കൊന്നുകളെ ഞാൻ. ഭൈരവൻ കടാരയെടുത്തു. മങ്ങിയ നാട്ടുവെളിച്ചത്തിൽ പോലും അത് തിളങ്ങി. സീത നിന്ന് വിറച്ചു. അത്രയും പേരുടെ ഇടയിൽ നിന്നും രക്ഷപ്പെടാൻ അവൾക്ക് കഴിഞ്ഞില്ല. റെന്നി ഒരു പ്ലാസ്റ്റർ എടുത്ത് സീതയുടെ വായ്ക്ക് കുറുകെ ഒട്ടിച്ചു. കേരടി ജീപ്പിൽ തന്നെ കൊണ്ടുപോകരുത് എന്ന് അവൾ ആംഗ്യം കാണിച്ചു. റെന്നിക്ക് ചിരിയാണ് വന്നത്. മോള് പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ കൊല്ലുകയൊന്നുമില്ല. കയറിക്കോ. ഭൈരവൻ ജീപ്പിൻ്റെ പിന്നിലെ ഡോറ് തുറന്ന് അവളെ അകത്തേക്ക് തള്ളി. പട്ടണത്തിൽ നിന്നെത്തിയവർ 100 രൂപയുടെ ഏതാനും നോട്ടുകൾ കൂടി അവരുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവർ ജീപ്പിൽ കയറി. ഒരു ശരം കണക്കെ അത് പാഞ്ഞുപോയി. റെന്നി സീറ്റുകൾക്കിടയിലൂടെ മെല്ലെ പിന്നിൽ പ്രവേശിച്ചു. അതിനു മുമ്പ് തന്നെ അവളുടെ മുഖത്തെ പ്ലാസ്റ്റർ വലിച്ചു കീറി എറിഞ്ഞിരുന്നു. ഞാനൊരു പാവമാണ് സാറേ, ദയവേത് നിങ്ങൾ എന്നെ വിട്ടയക്കണം, ഒരു നിലവിളിയോടെ അവൾ പറഞ്ഞു. ആഹാ, നീ പ്ലാസ്റ്റർ വലിച്ചു പറഞ്ഞു കളഞ്ഞോടി സാർ എന്നെ. അവൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതിന് മുമ്പേ റെന്നി അവളുടെ കൈ വായി പൊത്തുകയും കൈകൾ പിന്നിലോട്ട് തിരിക്കുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ നോവലിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.